നമസ്കാരം, പടംപുരാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബിലെ ട്രെൻഡിങ് കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം മമ്മൂക്കയുടെ പുതിയ ചിത്രമായ പേരൻപിന്റെ ടീസറാണ് ഒന്നാം സ്ഥാനത്ത് കിടക്കുന്നത്. എന്താ പറയാ, നമ്മൾ ചെറുപ്പം തൊട്ടേ എനിക്ക് മമ്മൂക്കയുടെ ഒരു ആക്ഷൻ ആ ടൈപ്പ് സിനിമകളെക്കാൾ ഇത്തരത്തിലുള്ള ഒരു സാധാരണക്കാരന്റെ സിനിമകളായിരുന്നു കൂടുതൽ ഇഷ്ടം. നമുക്ക് ഈ ദൂരദർശനിലൊക്കെ മിക്കവാറും വരുന്നത് ഈ ഭൂതക്കണ്ണാടി അല്ലെങ്കിൽ മതിലുകൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പോൾ ഇതിന്റെയൊക്കെ അനൗൺസ്മെന്റ് കാണുമ്പോൾ ആദ്യം ഒരു വിഷമം തോന്നുമെങ്കിലും പിന്നീട് പടം കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ ആയിപ്പോകും അല്ലെ. അപ്പോ നമുക്ക് ടീസർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വളരെ സന്തോഷമുണ്ട്. എന്താ പറയാ, ഇതെന്തായാലും ഞാൻ മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയും. കാരണം ഇതിന് പലരും അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ മമ്മൂക്കയുടെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ കണ്ടതാണ്. ഭൂരിഭാഗവും കൊമേഴ്സ്യൽ സിനിമകൾ തന്നെയായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ മിസ് ചെയ്തിരുന്നത് ഈ ടൈപ്പ് ഒരു സിനിമയ്ക്കാണ്. അതായത് മമ്മൂക്ക എന്ന നടന്റെ കഴിവിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു കഥാപാത്രം. കാരണം ഇതിനു മുമ്പുള്ള നമ്മൾ കണ്ട സിനിമകളൊന്നും മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വേണമെങ്കിൽ ചെയ്യാവുന്ന, അത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, അധികം ഇമോഷണൽ ഡെപ്തോ ആ രീതിയിലുള്ള ഒന്നും അധികം എന്താ പറയാ ആ ഒരു അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിന്റെ ഒരു കഴിവിനെ ചലഞ്ച് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷെ ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ കഥാപാത്രം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗബാധിതയായ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കഥാപാത്രമാണെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഉറപ്പായിട്ടും നമ്മുടെ ടീസറിന്റെ ഒരു മൂഡ് പോലെ തന്നെ ഒരുപാട് ഇമോഷണലി നമ്മൾ കണ്ടിരിക്കുന്നവരെ പിടിച്ചു കുലുക്കുന്ന ഒരുപാട് സീക്വൻസുകൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. മമ്മൂട്ടി എന്ന നടന്റെ കരിയറിൽ തന്നെ മികച്ച ചിത്രങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഈ ചിത്രം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. റാം എന്നതിന്റെ ഡയറക്ടർ, പുള്ളിക്കാരന്റെ തങ്കമീനുകൾ എന്ന് പറയുന്ന ചിത്രമൊക്കെ ഒരുപാട് ഒന്നിലധികം നാഷണൽ അവാർഡുകൾ വാങ്ങിച്ച് കൂട്ടിയ ചിത്രമാണ്. അപ്പോ നമുക്ക് ഇതിലൊരു നാഷണൽ അവാർഡ് നമ്മൾ മലയാളികളെല്ലാം ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എന്താ പറയാ, ടീസർ നമ്മൾ വളരെ ചെറിയൊരു സീക്വൻസ് ആണെങ്കിൽ കൂടി നമ്മളെ അതിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ടീസർ ആയിരുന്നു. അപ്പോ എന്താ പറയാ, നമ്മളെല്ലാരും തീർച്ചയായിട്ടും കാണാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും പേരൻപ് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയാ, വളരെ സന്തോഷമുണ്ട്. ഈ ഒരു കൊമേഴ്സ്യൽ സിനിമകളുടെ ഒരു കൂട്ടത്തിലും നമുക്ക് ഈ ഒരു ചിത്രം, ഈ ഒരു പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്തതിന് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഞാനും ഈ ചിത്രം കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കുവയ്ക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.